നിർമ്മിത ബുദ്ധിയിൽ അടങ്ങിയിട്ടുള്ള മൂല്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. നിർമ്മിത ബുദ്ധി എന്നല്ല, ഏതൊരു സാങ്കേതിക വിദ്യയിലും എവിടെയാണ് മൂല്യം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ ധാരാളം മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. 18-ാം നൂറ്റാണ്ടിൽ ആഡം സ്മിത്തും 19-ാം നൂറ്റാണ്ടിൽ കാൾ മാർക്സും ആശയതലത്തിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് വ്യക്തികളും ഒന്നിക്കുന്ന ഒരു മേഖല എന്നുള്ളത് മനുഷ്യന്റെ അധ്വാനത്തിലൂടെയാണ് മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള വാദത്തിലാണ്. ഇത്തരം വാദങ്ങൾ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് നിർമ്മിത ബുദ്ധിയുടെ മേഖലയിലെ ചില സാമ്പത്തിക ക്രമങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ്. ഗൂഗിൾ, ഫേസ്ബുക്ക് എന്നിങ്ങനെയുള്ള വലിയ കമ്പനികൾ, നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും വലിയ പ്രയോക്താക്കളായിട്ടുള്ള കമ്പനികൾ ഇന്ന് ഒരുപക്ഷെ ആഗോള എണ്ണ കമ്പനികളെക്കാൾ വലിയ ലാഭം കൊയ്യുന്ന കമ്പനികളായി മാറിയിരിക്കുന്നു. ഇവരുടെ വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടിയാണ് നിർമ്മിത ബുദ്ധിയുടെ മൂല്യം പരിശോധനാ വിഷയമാകുന്നതിൻ്റെ പിന്നിലെ ഒരു കാരണം. നാം പലപ്പോഴും പറയാറുള്ളത് അവയൊക്കെ പ്ലാറ്റ്ഫോമുകൾ ആയിട്ട് പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അവ സ്വന്തമായി എന്തെങ്കിലും വിവരങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ചും ഫേസ്ബുക്കിൻ്റെയൊക്കെ കാര്യത്തിൽ അത് വ്യക്തമാണ്. ഫേസ്ബുക്ക് സ്വന്തമായിട്ട് ഒരു പോസ്റ്റ് പോലും എഴുതുന്നില്ല. പക്ഷേ നാം എല്ലാം പങ്കിടുന്ന നിരവധിയായിട്ടുള്ള പോസ്റ്റുകൾ പല രീതിയിൽ കാണിച്ചുകൊണ്ടാണ് അവർ മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അതിലൂടെ പരസ്യദാതാക്കളിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിലൂടെ വലിയ തോതിലുള്ള ലാഭത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത്? നാം ഓരോ വ്യക്തിയും സൃഷ്ടിക്കുന്ന പോസ്റ്റിലൂടെയാണോ? അതോ മാർക്സ് തന്നെ തൻ്റെ ചിന്തകളിൽ നിരീക്ഷിച്ചിട്ടുള്ള വേറൊരു ക്രമമുണ്ട്, കളക്റ്റീവ് ലേബർ എന്നുള്ള ഒരു സംഗതി. ഓരോ വ്യക്തിയും ഓരോ കാര്യം ചെയ്യുന്നു എന്നിരിക്കട്ടെ, പക്ഷേ ഈ വ്യക്തികൾ ഓരോ പ്രവർത്തനം ചെയ്യുന്നതിനെ സംയോജിപ്പിക്കുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ എൻവയൺമെന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ മൂല്യം സൃഷ്ടിക്കാനാകും. അപ്പോൾ ഈ വ്യക്തികൾ എല്ലാവരും കൂടിച്ചേരുന്നു എന്നുള്ളതിലും അവർ തമ്മിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിലും കൂടിയാണ് മൂല്യം ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ ഒടുവിൽ മനുഷ്യന്റെ അധ്വാനം തന്നെയാണ്. പക്ഷെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഒരു പ്രത്യേക ക്രമീകരണം മൂല്യ സൃഷ്ടിയിലേക്ക് നയിക്കുന്നു എന്ന് മാർക്സ് 19-ാം നൂറ്റാണ്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫേസ്ബുക്കിലുള്ള മൂല്യം എന്നുള്ളത് നാം വ്യക്തിഗതമായി സൃഷ്ടിക്കുന്ന പോസ്റ്റുകളെക്കാൾ ഇവയെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിലൂടെയാണോ എന്ന് ചിന്തിക്കാവുന്നത്. അതല്ലെങ്കിൽ ഈ പോസ്റ്റുകൾ സൗജന്യമായി സൃഷ്ടിച്ചു കൊടുക്കുന്നതിനെ പണത്തിനായി, സാമ്പത്തിക നേട്ടത്തിനായി വിനിയോഗിക്കാനുള്ള ക്രമങ്ങൾ കണ്ടെത്തുന്നതിലാണോ ഈ മൂല്യം അടങ്ങിയിട്ടുള്ളത് എന്നും ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു വിഷയം ഉള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ സമയം ഫേസ്ബുക്ക് നിരന്തരം കവർന്നെടുക്കുന്നുണ്ട്. ആ കവർന്നെടുക്കുന്ന സമയത്തിനുള്ള വാടകയായിട്ടാണോ സാമ്പത്തിക നേട്ടം അവർ കൊയ്യുന്നത്? വാടകയായിട്ട് ഒരുപക്ഷെ നമ്മുടെ അടുത്തുനിന്നല്ല, നമ്മൾ സൗജന്യമായിട്ടാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. എല്ലാ മേഖലകളിലും ഉള്ള ഇത്തരം സേവനങ്ങളുടെ കാര്യവും അത് തന്നെ. നമ്മുടെ അടുത്തൊന്നല്ല അവർ വാടക ഈടാക്കുന്നത്. നമ്മുടെ 1 മണിക്കൂർ ശേഖരിച്ചു എന്നുള്ളതിന്റെ വാടക അവർ പരസ്യദാതാക്കളിൽ നിന്ന് ഈടാക്കുന്നു എന്ന് കരുതേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഉള്ള ചോദ്യം, എവിടെയാണ് മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മനുഷ്യന്റെ വ്യക്തിഗത പ്രവർത്തനത്തിലാണോ? മനുഷ്യരുടെ പ്രവർത്തനം കൂടിച്ചേരുന്ന ഘട്ടത്തിലാണോ? ആ കൂടിച്ചേരലിൽ ഉൾപ്പെടുന്ന അൽഗോരിതത്തിന്റെ പ്രവർത്തനത്തിലാണോ? നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു പങ്ക് കവർന്നെടുക്കുന്നതിനെ വാടക ഇനത്തിൽ മറ്റൊരു പറ്റം വ്യക്തികളിൽ നിന്ന്, പരസ്യദാതാക്കളിൽ നിന്ന് ഈടാക്കുന്നതിലൂടെയാണോ? ഇങ്ങനെ നിരവധിയായിട്ടുള്ള രീതിയിലുള്ള ചിന്തകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ചിന്തകൾ എന്തൊക്കെ തന്നെ ആയിരുന്നാലും നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാവുന്നത്, എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത്? നിർമ്മിത ബുദ്ധിയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ മൂല്യം എവിടെയാണെന്നുള്ളത് കൊണ്ട് എന്താണ് അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള പ്രാധാന്യം എന്താണുള്ളത് എന്നുള്ളതാണ്. ആ പ്രാധാന്യം വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മളെ നയിക്കുക. ഈ നിർമ്മിത ബുദ്ധി കമ്പനികളിൽ മൂല്യം സൃഷ്ടിക്കുന്നത് മനുഷ്യരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റയുടെ മേൽനോട്ടക്കാരായി നിൽക്കുന്ന മോഡറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, എവിടെയാണോ മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത് ആ മൂല്യത്തിന് അനുസൃതമായിട്ടുള്ള പ്രതിഫലം അവിടെ നൽകപ്പെടുന്നുണ്ടോ എന്നുള്ളത്. പ്രതിഫലം എന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള പ്രതിഫലം തന്നെ ആവണമെന്നില്ല, മറ്റെന്തെങ്കിലും രീതിയിലും ആയിരിക്കാം.
അത്തരം ചർച്ചകളിലേക്ക് നിർമ്മിത ബുദ്ധിയിലെ മൂല്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വഴി തുറക്കും എന്നുള്ളതിലാണ് നിർമ്മിത ബുദ്ധിയിലെ മൂല്യം എന്നുള്ള വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി ഈ അവസരത്തിൽ വരുന്നത്. നിർമ്മിത ബുദ്ധിയുടെ മൂല്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ നിയതമായി ഒരു വ്യക്തമായി ഇന്ന മേഖലയിലാണ് മൂല്യം എന്ന് നമുക്ക് പറഞ്ഞു കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഇത്തരം വിഷയങ്ങളെല്ലാം മൂല്യം സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം കൂടെ കൂടിച്ചേരുന്നതിലാണ് മൂല്യം എന്ന് കണ്ടെത്തിയാലും കുഴപ്പമില്ല. ഇതിന്റെ പ്രവർത്തനത്തെ നാം മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എണ്ണ കമ്പനികളെക്കാൾ കൂടുതൽ സാമ്പത്തിക ലാഭം കൊയ്യുന്ന രീതിയിൽ ഡേറ്റ കമ്പനികൾ വളരുമ്പോൾ അതിന്റെ രാഷ്ട്രീയവും അതിന്റെ സാമ്പത്തിക വശങ്ങളും നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ കേന്ദ്രസ്ഥാനത്തുള്ള ഒരു ചോദ്യം തന്നെയാണ് നിർമ്മിത ബുദ്ധിയിലെ മൂല്യം എന്നുള്ളത്.